ടി20 ലോകകപ്പിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിലാണ്. വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് ഇന്ത്യ സെമിഫൈനലിൽ എത്തിയെങ്കിലും ആരാധകർക്ക് ആഘോഷിക്കാൻ വകയുണ്ടോ? ലോക 1 നമ്പർ ടീമായ ഇന്ത്യയെ വേട്ടയാടുന്ന ആ വലിയ സത്യങ്ങളെന്തൊക്കെയാണ്? സഞ്ജു സാംസൺ എന്ന പോരാളിയെ തഴയാൻ ശ്രമിച്ചവർക്ക് സഞ്ജയ് മഞ്ചരേക്കർ നൽകിയ മറുപടി എന്താണ്? സെമിക്ക് മുമ്പ് ഇന്ത്യൻ ടീമിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഞെട്ടിക്കുന്ന കണക്കുകളിതാ. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടി20 ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി 2 തവണ കിരീടമുയർത്തുന്ന ആദ്യ ടീമായി മാറുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇനി ആ സ്വപ്നത്തിലേക്ക് വെറും 2 വിജയങ്ങളുടെ ദൂരം മാത്രം. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന ക്വാർട്ടർ ഫൈനലിന് തുല്യമായ പോരാട്ടത്തിൽ 5 വിക്കറ്റിന് അവരെ തകർത്താണ് ഇന്ത്യ സെമിയിലെത്തിയത്. മാർച്ച് 5-ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമിഫൈനലിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. പക്ഷേ സെമി വരെ എത്തിയെങ്കിലും ഇന്ത്യ തന്നെ ഇത്തവണ കിരീടം ചൂടുമെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ആദ്യ മത്സരം മുതൽ എടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ ലോകകപ്പിന് മുമ്പ് വരെ ഇന്ത്യൻ ബൌളിംഗിലെ തുറുപ്പുചീട്ടായിരുന്നു വരുൺ ചക്രവർത്തി. എന്നാൽ ടൂർണമെന്റിൽ പ്രതീക്ഷിച്ച ഇംപാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അവിടെയും ഇവിടെയുമായി ചില വിക്കറ്റുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വരുണിന്റെ പഴയ വിശ്വാസ്യത നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ 8-ൽ 9.3 അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ്. സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസുമെല്ലാം അദ്ദേഹത്തെ ശരിക്കും കൈകാര്യം ചെയ്തു. മറ്റൊരു പ്രധാന പ്രശ്നം ഫീൽഡിംഗ് ആണ്. ഈ ലോകകപ്പിലെ ഏറ്റവും മോശം ഫീൽഡിംഗ് എന്ന ചീത്തപ്പേര് ഇന്ത്യയുടെ പേരിലാണ്. വെറും 72.7% മാത്രമാണ് ഇന്ത്യയുടെ ക്യാച്ചിംഗ് ക്ഷമത. പരിഹസിക്കപ്പെട്ടിരുന്ന പാകിസ്ഥാൻ പോലും ഇപ്പോൾ 83.3%വുമായി ഇന്ത്യയേക്കാൾ മുന്നിലാണ്. സിമ്പിൾ ക്യാച്ചുകൾ പോലും യാതൊരു നാണവുമില്ലാതെ ഇന്ത്യൻ താരങ്ങൾ താഴെയിടുകയാണ്. ഇനിയെങ്കിലും ഇതിന് അറുതിയിട്ടില്ലെങ്കിൽ വലിയ വിലയായിരിക്കും വമ്പൻ മത്സരങ്ങളിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരിക. ഇതിനിടയിലാണ് ടീം മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചരേക്കർ രംഗത്തെത്തിയത്. സഞ്ജുവിനെ തഴഞ്ഞത് എന്തിന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഓപ്പണറായി തിളങ്ങിക്കൊണ്ടിരുന്ന സഞ്ജു സാംസണെ ശുഭ്മാൻ ഗില്ലിനു വേണ്ടി ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറക്കിയ മാനേജ്മെന്റ് തീരുമാനം വലിയൊരു ബ്ലണ്ടറാണെന്ന് മഞ്ചരേക്കർ തുറന്നടിച്ചു. 5 മത്സരങ്ങളിൽ നിന്ന് 3 ടി20 സെഞ്ചുറികൾ നേടിയ ഒരാളെയാണ് നിങ്ങൾ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് മാറ്റിയത്. ഗില്ലിന്റെ ടെസ്റ്റ് ഫോം പരിഗണിച്ച് അവനെ ഓപ്പണറാക്കാൻ സഞ്ജുവിനെ ബലി കൊടുത്തു. ഇത്തരം വിഡ്ഢിത്തങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് മഞ്ചരേക്കർ തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പറഞ്ഞത്. സഞ്ജുവിന് തന്റെ സ്വാഭാവികമായ ഓപ്പണിംഗ് പൊസിഷൻ തിരികെ ലഭിക്കാൻ ഒരുപാട് കാലമെടുത്തു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മറ്റ് യുവതാരങ്ങളായ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരിൽ നിന്നും വ്യത്യസ്തമായി നല്ല പന്തുകളെപ്പോലും ബൗണ്ടറി കടത്താനുള്ള പ്രത്യേക കഴിവ് സഞ്ജുവിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിൻഡീസ് 195 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ ഇന്ത്യ തോൽക്കുമെന്ന് താൻ കരുതിയിരുന്നതായി മഞ്ചരേക്കർ സമ്മതിച്ചു. ഇന്ത്യൻ ബാറ്റിംഗ് അത്ര മികച്ച ഫോമിലല്ലാത്തതിനാൽ 196 റൺസ് പിന്തുടരുന്നത് വലിയ വെല്ലുവിളിയാകുമെന്ന് അദ്ദേഹം കരുതി. ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ എല്ലാ സമ്മർദ്ദവും അവിടെയുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ ആ സമ്മർദ്ദത്തെ അതിജീവിച്ചു. ടി20 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന 3ാമത്തെ റൺസേസാണ് കൊൽക്കത്തയിൽ സഞ്ജുവിന്റെ കരുത്തിൽ ഇന്ത്യ പൂർത്തിയാക്കിയത്. സഞ്ജുവിന്റെ ഈ മാസ്മരിക ഫോം സെമിയിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സുബ്രഹ്മണ്യം, ബദ്രിനാഥും അശ്വിനും നേരത്തെ സഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്ന സമയത്ത് സഞ്ജുവിനെ തഴഞ്ഞ ടീം മാനേജ്മെന്റിനെതിരെ ബദ്രിനാഥും സംസാരിച്ചിരുന്നു. സഞ്ജു സാംസൺ നേരത്തെയും സെഞ്ചുറികൾ അടിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നേടിയ 97 റൺസ് അതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നാണെന്നും അശ്വിൻ അഭിപ്രായപ്പെട്ടിരുന്നു. സെലക്ടർമാരുടെ പഴയ തെറ്റുകൾ തിരുത്തി സഞ്ജുവിനെ ഓപ്പണറാക്കിയ ഗൗതം ഗംഭീറിന്റെയും സൂര്യകുമാർ യാദവിന്റെയും തീരുമാനത്തിന് കൈയടിക്കുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം. ടൂർണമെന്റിൽ ഇതുവരെയുള്ള മത്സരങ്ങളെടുത്താൽ ഓരോ കളിയിലും സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, ശിവം ദുബെ എന്നിങ്ങനെ വ്യത്യസ്ത താരങ്ങളുടെ വ്യക്തിഗത മികവാണ് ഇന്ത്യയെ ഇപ്പോൾ സെമിയിലെത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ടീമെന്ന നിലയിൽ ഒരുമിച്ച് താരങ്ങൾ പെർഫോം ചെയ്യുന്നില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് തീർച്ചയായും ശുഭസൂചനയല്ല. ടീമിലെ ഏതെങ്കിലും ഒരു താരത്തിന്റെ പ്രകടനം കൊണ്ടുമാത്രം സെമിഫൈനലോ ഫൈനലോ ജയിക്കാൻ ഇന്ത്യയ്ക്കു കഴിയില്ല. കുറഞ്ഞത് 3-4 താരങ്ങളെങ്കിലും മികച്ച പ്രകടനങ്ങൾ തുടരേണ്ടത് പ്രധാനമാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യ വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് സെമിയിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ മറികടക്കാൻ കഴിയുമോ? സഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.